Good morning, students. So, in last class, we saw about the different modes of nutrition in plants, and in today's class, we'll be looking at saprotrops. So, saprotrops എന്താണ് അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോസ് ഇൻ 7th സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ സബ്ജക്ട്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും. യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് ചെക്ക് ഔട്ട് ഓൾ ദ വീഡിയോസ്. Okay. So, what are saprotrops? You might have seen packets of mushrooms sold in the vegetable market. You may have also seen fluffy umbrella-like patches growing on rotting wood during the rainy season. നമ്മൾ എന്തായാലും മാർക്കറ്റിൽ മഷ്റൂംസിനെ കണ്ടിട്ടുണ്ടാവും. പാക്കറ്റിൽ കഴിക്കാനായിട്ട് അവർ വെക്കുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ എസ്പെഷ്യലി. ആൻഡ് പിന്നെ ഈ മഴക്കാലത്ത് മരത്തിൻ്റെ മേലെയൊക്കെ മഷ്റൂം ഗ്രോ ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. So let us find out what type of nutrients they need to survive and from where they get them. So ഈ മഷ്റൂംസിന് സർവൈവ് ചെയ്യാൻ ഈ ന്യൂട്രിയൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് അത് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. സോ ഈ മഷ്റൂംസ് ഒക്കെയാണ് സാപ്രോട്രോപ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓൾറൈറ്റ്. So this picture 1.7 നിങ്ങൾക്ക് കാണാം പാക്കറ്റ്സ് ഓഫ് മഷ്റൂംസ്, എ മഷ്റൂം ഗ്രോയിങ് ഓൺ ഡീക്കേയിങ് മെറ്റീരിയൽ. സോ ഈ ചീത്തയാവുന്ന സാധനത്തിലൊക്കെയാണ് യൂഷ്വലി മഷ്റൂംസ് ഗ്രോ ആവുന്നത്. Bujo wants to know how these organisms acquire nutrients. They do not have mouths like animals do. They are not like green plants as they lack chlorophyll and cannot make food by photosynthesis. So Bujo wants to know ഈ ഓർഗാനിസം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത്. അവർക്ക് നമ്മൾ അനിമൽസിനെ പോലെ ഹ്യൂമൻസിനെ പോലെ വായില്ല. സോ അവരെങ്ങനെയാണ് കഴിക്കുന്നത്. ആൻഡ് ഓൾസോ അവർ ഗ്രീൻ കളറിലല്ലല്ലോ. സോ അവർക്ക് ക്ലോറോഫിൽ ഇല്ല. ദറ്റ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ഗ്രീൻ കളർ. സോ അവർക്ക് ഫോട്ടോസിന്തസിസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ന്യൂട്രിയൻ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് വിൽ ബി ലുക്കിംഗ് അറ്റ് ഫർദർ. ആക്ടിവിറ്റി 1.2. Take a piece of bread and moisten it with water. ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് തന്നെ നനയ്ക്കുക വെള്ളം കൊണ്ട്. Then leave it in a moist, warm place for 2 to 3 days or until fluffy patches appear on them. നമ്മൾ കേരളത്തിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് വെച്ച് നോക്കിയാൽ 2-3 ദിവസം കൊണ്ട് സക്സസ്ഫുൾ ആയിരിക്കും. അതർവൈസ് നിങ്ങളഥവാ തണുപ്പുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് വെച്ചാൽ ഇറ്റ് മൈറ്റ് ടേക്ക് ലോങ്ങർ ഫോർ ദി ഫ്ലഫി പാച്ചസ് ടു അപ്പിയർ. സോ അതിന് 2-3 ദിവസം അല്ലെങ്കിൽ ആ ഫ്ലഫി പറഞ്ഞാൽ ഒരു വെൽവെറ്റ് പോലത്തെ ഒരു പാച്ച്, ഒരു പാർട്ട് വരും, ഗ്രോ ആവും ആ ബ്രെഡിൻ്റെ മേലെ. സോ അത് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. So these patches may be white, green, brown or any other color. So depending on ഏത് type of saprotrop ആണ് ഗ്രോ ആവുന്നത്, സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് അത് വൈറ്റ് കളറിലാവാം, ഗ്രീൻ കളറിലാവാം, ബ്രൗൺ കളറിലാവാം, അല്ലെ ഏതെങ്കിലും വേറെ കളറിലാവാം. സോ ഇത് നിങ്ങൾ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ അഥവാ ഏതെങ്കിലും ഭക്ഷണ സാധനം കുറേ ദിവസം പുറത്ത് വെച്ചു ബൈ മിസ്റ്റേക്ക്, ഫ്രിഡ്ജിൽ വെക്കാണ്ട് അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് അങ്ങനത്തെ പലതും നിങ്ങൾ ബൈ മിസ്റ്റേക്ക് ഫുഡ് കുറച്ച് കാലത്തേക്ക് പുറത്ത് വെച്ചു 2-3 ദിവസത്തേക്ക്. സോ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഏബിൾ ടു സീ ആ സാധനം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവാം. ഇഫ് യു ഹാവ് സീൻ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ് ഡൗൺ ബിലോ. അതർവൈസ് യു ക്യാൻ പെർഫോം ദിസ് എക്സ്പെരിമെൻറ്റ് ടു സീ ഇറ്റ്. ഐ വിൽ ഓൾസോ ഇൻസേർട്ട് എ പ്രോപ്പർ പിക്ചർ. So observe the patches under a microscope or a magnifying glass. So ഈ പാച്ചസിന് ഒരു മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്കൂളിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാഗ്നിഫൈങ് ലെൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കാണാം. ഈ 1.8 ഡയഗ്രാമിൽ നിങ്ങൾക്ക് കാണാം. അതിനെ സൂം ചെയ്തിട്ടും അവർ കാണിച്ചിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ മേലെ പാച്ച് ഉണ്ടാവുന്നതാണോ അതൊരു ഫംഗൈ ആണ്. ആൻഡ് അത് ഗ്രോ ആയിട്ട് ഇങ്ങനെ വെൽവെറ്റ് പോലെ ഉണ്ടാവും വെൻ യു സീ ഫ്രം ഫാർ. So write down your observations in your notebook. Most probably you will see cotton-like thread spread on the piece of bread. So mostly അത് നിങ്ങൾക്ക് ചെറിയ ത്രെഡ് പോലെ തോന്നും, കുഞ്ഞു ത്രെഡ് പോലെ തോന്നുന്നുണ്ടോ, അതാണ് അത് വെൽവെറ്റ് പോലെ തോന്നുന്നത്. So these organisms are called fungi. They have a different mode of nutrition. So അവർക്ക് വേറൊരു ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആണുള്ളത്, നോട്ട് ദ നോർമൽ ഓട്ടോട്രോഫിക് ഓർ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. സോ they have a different mode of nutrition known as saprotropic nutrition. So they secrete digestive juices on the dead and decaying matter and convert it into a solution. So എന്താണ് സംഭവിക്കുക വെച്ചാൽ ഇവർ ഈ ഫംഗൈൻ്റെ സ്പോർസ് ഉണ്ടാവും. സ്പോർസ് പറഞ്ഞാൽ അവർ സീഡ്സ് നിന്ന് കൂട്ടിക്കോളും. സോ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് സീഡ്സ്. ആ സീഡ്സ് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടാവും ഓൾവേസ്, എസ്പെഷ്യലി നിയർ ഡീക്കേയിങ് ഐറ്റംസ്. സോ അത് അതിൻ്റെ മേലെ പോയി സെറ്റിൽ ആവും.
ഇപ്പം ബ്രെഡ് നമ്മൾ വെച്ചല്ലോ മോയ്സ്റ്റൻ ചെയ്തിട്ട്, അപ്പോൾ അതിന് വെള്ളം ആവശ്യമാണ്, മോയ്സ്ചർ ആവശ്യമാണ്. സോ അത് വന്നിട്ട് അതിൻ്റെ മേലെ ബ്രെഡിൻ്റെ മേലെ ഇരിക്കും. ബ്രെഡിൻ്റെ മേലെ ഇരുന്നിട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗ്രോയിങ് ഓൺ ദ ബ്രെഡ് by secreting its digestive juices. What are digestive juices? Just like how hydrochloric acid is for humans in the stomach, അതേപോലെ ഇവരെയും വേറെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടാവും. അത് അവർ ഈ ഫുഡ് ഐറ്റമിൻ്റെ മേലെ അല്ലെങ്കിൽ ഏതെങ്കിലും ചീത്തയാവുന്ന സാധനത്തിൻ്റെ മേലെ സെക്രീറ്റ് ചെയ്യും. ആൻഡ് ദേ വിൽ സെക്രീറ്റ് ഇറ്റ് ഓൺ ഇറ്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ സൊല്യൂഷൻ. ആ ലെയറിൽ ടോപ്പ് ലെയറിൽ അത് സെക്രീറ്റ് ചെയ്യും അവർ ഡൈജസ്റ്റീവ് ജ്യൂസസ്. എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ, ഒരു ലിക്വിഡ് ഫോമിലാക്കും. ആൻഡ് ദെൻ അതിനെ അവർ അബ്സോർബ് ചെയ്യും. സോ ദെയർ ബോഡി വിച്ച് ഇസ് ഗ്രോയിങ് ദെയർ വിച്ച് ഇസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് ബ്രെഡ്, അത് അതിനെ അബ്സോർബ് ചെയ്യും. ആ സൊല്യൂഷനെ അബ്സോർബ് ചെയ്തിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കും. Mode of nutrition in which organisms take in nutrients in solution form from dead and decaying matter is called saprotrophic nutrition. So ഈ saprotrophic nutritionൽ these organisms they take up the nutrients from the dead and decaying matter or animals or organisms from by converting that decaying matter into solution and then absorbing the nutrients from that solution. So idanu saprotrophic nutrition. If you have any doubts, please do let me know in the comments. I'll explain it to you once again. Allengil idonnum kudi kettu nokku. Okay? Plants which use saprotrophic mode of nutrition are called saprotrophs. So fungi, mushroom, all these are saprotrophs. Saprotrophic nutrition le the organisms or the plants, they secrete digestive juices on dead and decaying matter and convert that layer or that upper layer into solution and absorb the nutrients, and then again they'll secrete and then eat up that food item or that decaying matter or that dead matter that way. So if there are any doubts, please do let me know. I hope this is not confusing. The organisms need moisture content. അതിന് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ഈ ഓർഗാനിസംസ് ഫംഗൈ ഒക്കെ ഗ്രോ ആവുക. Fungi also grow on pickles, leather, clothes and other articles that are left in hot and humid weather for a long time. Fungi നിങ്ങൾ അച്ചാറൊക്കെ കുറേ കാലം ഉപയോഗിക്കാണ്ടിരുന്നാൽ അതിൽ നിങ്ങൾക്ക് വൈറ്റ് കളർ ഒരു ലെയർ ഫോം ആവുന്ന കാണാം. അല്ലെങ്കിൽ നിങ്ങൾ നെല്ലിക്ക ഉപ്പിലുള്ള നെല്ലിക്ക കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ നിങ്ങൾ അത് കുറേ കാലം ഉപയോഗിച്ചിട്ടുള്ള ഒരു വൈറ്റ് കളർ ലെയർ അതിലും ഫോം ആവുന്നത് കാണാം. സോ ലെതർ ജാക്കറ്റ് ഉണ്ടെങ്കിൽ അതിലും വൈറ്റ് ബാഗ്സ്, പിന്നെ തുണി, അങ്ങനത്തെ ചില തുണി പോലത്തെ സാധനമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കബോർഡിലൊക്കെ കുറേ കാലം വെച്ചാൽ എസ്പെഷ്യലി ഡ്യൂറിങ് മോൺസൂൺ ആൻഡ് സമ്മർ, ഈ സമയത്ത് നിങ്ങൾക്ക് ഫംഗൈ അതിൽ ഗ്രോ ആവുന്നത് കാണാം. ബിക്കോസ് they survive best in hot and humid weather. Paheli is keen to know whether her beautiful shoes, which she wore on special occasions, were spoiled by fungi during the rainy season. She wants to know how fungi appear suddenly during the raining season. ഇത് സഡൻലി റെയിനി സീസണിൽ മാത്രം എന്തായിരുന്നു ഗ്രോ ആവാൻ കാരണം? അതെന്താ വെച്ചാൽ ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത്, ഹ്യൂമിഡിറ്റി പറഞ്ഞാൽ ദർ ഇസ് വെറ്റ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദി എയർ. ആ സമയത്ത് ഇവർ ചൂടുകാലത്തൊക്കെ ഈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സാധനം എന്താണോ അതിൻ്റെ മേലെയാണ് പോയിരിക്കുക. ആൻഡ് ദേ സ്റ്റാർട്ട് ഗ്രോയിങ് ഓൺ ഇറ്റ്. Bujo says once his grandfather told him that his wheat fields were spoiled by fungus. He wants to know if fungi can cause diseases also. So other fungi can damage crops as well. നമ്മൾ വീറ്റ്, റൈസ് അങ്ങനെ എന്തെങ്കിലും ഗ്രോ ചെയ്യുന്നത് അതും ചീത്തയാക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ എഫക്ട് അതർ പ്ലാന്റ്സ് ആസ് വെൽ. യെസ്, fungi can cause diseases. Paheli told him that many fungi like yeast and mushroom are useful, but some fungi cause diseases in plants, animals and humans. Some fungi are also used in medicines. So this is very important. This point is very important from exam point of view. So what is the use of fungi? So fungi like yeast and mushroom are useful to humans, but some fungi cause diseases in plants and animals and humans, and some fungi are also used in medicines to cure other diseases. So this is very important. Please mark it as important.
Yeast നമ്മൾ കേക്ക് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. മഷ്റൂംസ് വി യൂസ് ആസ് എ വെജിറ്റബിൾ ആൻഡ് സം ഫംഗൈ കോസ് ഡിസീസസ് ലൈക്ക് വീട്ടിലിപ്പം ഡിസീസ് ഉണ്ടാക്കും പറഞ്ഞില്ല, അതേപോലെ വേറെ വേറെ പ്ലാന്റ്സിലും ക്രോപ്സിലും ഒക്കെ ഡിസീസസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ at the same time I would like to inform the fungi which is used in medicine. Other an example is penicillin. 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 So this is used in medicine. During the rainy season, they spoil many things. Ask your parents about the menace of fungi in your house. So rainy season and end of summer rainy season ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഫംഗൈ, എസ്പെഷ്യലി ഇഫ് യു ഹാവ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ യുവർ കബോർഡിൽ വെള്ളമൊക്കെ എത്തി അല്ലെങ്കിൽ അത് നനഞ്ഞു പോയി വെച്ചാൽ അങ്ങനെയൊക്കെ തുണികളൊക്കെ ചീത്തയാവും. Fungal spores are generally present in the air. Fungal spores പറഞ്ഞാൽ ഫംഗസിന്റെ സീഡ്, അതിന്റെ സീഡായിട്ട് കൺസിഡർ ചെയ്തോളൂ. ദ ഫംഗൽ സ്പോർസ് അവർ യൂഷ്വലി എയറിൽ എപ്പോഴും ഉണ്ടാവും. സോ ഓൺ ദ തിങ്സ് ലൈക്ക് ലെതർ ഓർ ക്ലോത്ത് വിച്ച് ഇസ് വെറ്റ് ആൻഡ് വാം, നനവും ചെറുങ്ങനെ ചൂടും ഉള്ള, പറഞ്ഞാൽ ചൂട് ഇൻ ദ സെൻസ് കബോർഡിൻ്റെ അകത്താണെങ്കിൽ അത് ചൂടായിരിക്കുമല്ലോ കമ്പയർഡ് ടു അത് പുറത്താണെങ്കിൽ. സോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ അന്നോ അത് സ്പോർട്സ് പോയി ഇരിക്കുക ആൻഡ് അവിടെ പോയിട്ട് അത് ജെർമിനേറ്റ് ആവും. അത് സീഡ് പോയിട്ട് ജെർമിനേറ്റ് ആയത് പറഞ്ഞാൽ അത് മുളയ്ക്കും ആൻഡ് അത് ഗ്രോ ആവും ലൈക്ക് എ പ്രോപ്പർ പ്ലാന്റ്. സോ ജസ്റ്റ് ലൈക്ക് ഹൗ ഫംഗസ് പ്ലാന്റ് കൊണ്ട് അത്ര വലുതായിരിക്കില്ല, ഇറ്റ് വിൽ ബി അറൌണ്ട് മാക്സിമം 0.5 centimeter in height. So now you can figure out how we can protect our things from getting spoiled. ഇനി നമുക്ക് എങ്ങനെയാണോ സാധനങ്ങൾ സ്പോയിൽ ചെയ്യാണ്ട് നിൽക്കുക വീട്ടിൽ, അത് നമുക്ക് മനസ്സിലായല്ലോ. അത് വെറ്റായിരിക്കരുത്, വാം ആയിരിക്കരുത്. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി വെറ്റ്. നമ്മളതിനെ മോയ്സ്ചർ കണ്ടന്റിന് പ്രൊട്ടക്റ്റ് ചെയ്യണം ആൻഡ് അതിനെ പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു ക്ലോത്ത് ആണെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് അയൺ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുക ഇൻ എ നോൺ വെറ്റ് പ്ലേസ്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, വിച്ച് ഇസ് symbiotic relationship. So some organisms live together and share shelter and nutrients. This is called symbiotic relationships. പറഞ്ഞാൽ ചില രണ്ട് ഓർഗാനിസംസ് ഉണ്ടാവും. സോ ദേ വിൽ ബി ലിവിങ് ടുഗെദർ ആൻഡ് ദേ വിൽ ബി ഷെയറിങ് ദെയർ ന്യൂട്രിയൻസ് ആൻഡ് ഓൾസോ ഷെൽട്ടർ. സോ ഒരു മരമുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു ഫംഗസ് ഗ്രോ ആവുമെന്ന് വിചാരിച്ചോളൂ. ആ മരം ആ ഫംഗസിന് ഷെൽട്ടർ കൊടുക്കുന്നു ഫ്രം റെയിൻ, ഫ്രം എക്സ്ട്രീം സൺ, എക്സ്ട്രീം വിൻഡ് ഒക്കെ അതിന് ഷെൽട്ടർ കൊടുക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഫംഗസ് അടിയിൽ നിന്ന് സോയിലിൽ നിന്ന് ന്യൂട്രിയൻസ് എടുത്തിട്ട് ആ ന്യൂട്രിയൻസ് സോയിലിൽ എത്തിക്കുന്നു, അല്ലെങ്കിൽ ആ ട്രീൻ്റെ റൂട്ട്സ് വരെ എത്തിക്കുന്നു. സോ അങ്ങനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ്ഫുൾ ആണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ആർ ഹാപ്പി. So that kind of relationship or that kind of mode of nutrition is known as symbiotic relationship. So let us look at the example. Certain fungi live in the roots of trees. ചില ഫംഗസ് ഉണ്ട് which live in the roots of trees. പറഞ്ഞാൽ അതിൻ്റെ റൂട്ട്സിൻ്റെ സോയിലിൻ്റെ അകത്ത് താമസിക്കുന്ന ചില ഫംഗസ് ഉണ്ട്. So the tree provides nutrients to the fungus. ആ ട്രീ ആ ന്യൂട്രിയൻസ് അതിൽ നിന്ന് ട്രീ ഉണ്ടാക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണോ that ആ ഫംഗസിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇൻ റിട്ടേൺ ആ ഫംഗസ് ഹെൽപ്സ് ദി ട്രീ ഇൻ ഗിവിങ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം സോയിൽ. സോ ട്രീക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഈ ഫംഗസ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രം സോയിൽ ആൻഡ് വാട്ടർ ഓൾസോ. അതേപോലെ ഈ ഫംഗസിന് ആവശ്യമുള്ള ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ട്രീ അതെടുക്കുന്നുണ്ട്. സോ ദിസ് അസോസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ട്രീ ആസ് വെൽ. ട്രീനും ഈ ന്യൂട്രിയൻസ് ആവശ്യമാണ് ഫ്രം ദ സോയിൽ വിച്ച് ഇറ്റ് കാൺ ഡയറക്ട്ലി ടേക്ക്. പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി പഠിച്ചിട്ടുണ്ടായിരുന്നു നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആർ പ്രസൻറ്റ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ സിംബയോട്ടിക് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഈ നൈട്രോജൻ ഫിക്സിംഗ് ബാക്ടീരിയ ദേ ടേക്ക് അപ്പ് ദി നൈട്രോജൻ വിച്ച് ഇസ് ഇൻ ഗ്യാഷ്യസ് ഫോം. ഗ്യാഷ്യസ് ഫോമിലുള്ള നൈട്രോജൻ അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്തിട്ട് ഈ റൂട്ട്സിൽ അത് സൊല്യൂബിൾ ഫോമിലാക്കിയിട്ട് റൂട്ട്സിന് കൊടുക്കും. സോ ദാറ്റ് ദ പ്ലാന്റ് ക്യാൻ ഹാവ് ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ടു ക്രിയേറ്റ് proteins and whatever it requires, the nutrients that it requires. In organisms called lichens, a chlorophyll containing partner which is an alga and a fungus live together. So lichens പറഞ്ഞ ഈ ഓർഗാനിസമിൽ
അതിന് ക്ലോറോഫിൽ ഇല്ല. ബട്ട് ക്ലോറോഫിൽ ഉള്ള ഒരു ആൽഗെ പറഞ്ഞാൽ ചമ്മി, നമ്മൾ പഠിച്ചിട്ടില്ല വെള്ളത്തിന് മേലെ ഉള്ള. സോ ആ ആൽഗെ പിന്നെ വേറൊരു ഫംഗസ് ഇത് ഒരുമിച്ച് താമസിക്കുന്നതാണ്. സോ ദേ ആർ ഇൻ എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഇതിലെന്താ വെച്ചാൽ the fungus provides shelter, water and minerals to algae, and in return the algae provides food which it prepares by photosynthesis. So ഈ ആൽഗയിൽ എന്താണ്? So ഈ ആൽഗയിൽ chlorophyll ഉണ്ട്. So that is why it can do photosynthesis and prepare its own food. But fungi അവർക്ക് അവരുടെ സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂല because they are saprotrophs. So they take up the food from the algae, and at the same time ഈ ലിച്ചൻസിൻ്റെ ഫംഗൈ ദേ പ്രൊവൈഡ് ഷെൽട്ടർ, വാട്ടർ ആൻഡ് മിനറൽസ് ടു ആൽഗെ. അവരത് അബ്സോർബ് ചെയ്തിട്ട് ഈ ആൽഗയ്ക്ക് കൊടുക്കും. എന്നിട്ട് ആൽഗെ അതിൽ നിന്നും ഫുഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. സോ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഇസ് എ റിലേഷൻഷിപ്പ് ഫോർ ന്യൂട്രീഷൻ ഇൻ വിച്ച് ബോത്ത് ദി ഓർഗാനിസംസ് help each other in shelter and nutrients, and they live together. So this is known as symbiotic relationship. So example is lichens. Example of symbiotic relationship is lichens, which has algae and fungi living together. So എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഫംഗൈ യൂസ്ഡ് ഇൻ മെഡിസിൻ പെനിസിലിൻ അത് ഓർമ്മിച്ചോളൂ. പിന്നെ എങ്ങനെയാണോ അത് ഫംഗസ് ഗ്രോ ആവുന്നത്? സ്പോർസ് എപ്പോഴും എയറിലുണ്ടാവും, പക്ഷെ ആ സ്പോർസ് വാമും വെറ്റായിട്ടുള്ള സ്ഥലവും കണ്ടാൽ അതിന് മേലെ പോയി സെറ്റിലാവും. എന്നിട്ട് അവിടുന്ന് അത് ജെർമിനേറ്റ് ആവുക പറഞ്ഞാൽ സ്പ്രൗട്ട് ആവും, എന്നിട്ട് ഇത് ഗ്രോ ആവും. അങ്ങനെയാണ് ആ ഫംഗസ് ഗ്രോ ആവുന്നത്. സോ എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് ഇൻ ദ കമൻറ്റ്സ്. ഐ എം സ്ട്രെസ്സിങ് ഓൺ ഇറ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മനസ്സിൽ വെക്കണ്ട, അത് ക്ലിയർ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൗ ന്യൂട്രിയൻസ് ആർ റെപ്ലനിഷ്ഡ് ഇൻ സോയിൽ പഠിക്കും. പിന്നെ വീൽ ഓൾസോ ബി ലുക്കിംഗ് അറ്റ് ദ സമ്മറി. പിന്നെ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ടെസ്റ്റ് വേണമെങ്കിൽ ഞാൻ ലൈവ് പോവാം, and I will give you test, and then we'll do live correction also. നിങ്ങൾ എപ്പോഴാണോ ലൈവ് വരേണ്ടതെന്ന് പറഞ്ഞോളൂ in the comments, and we will look it up. Okay, all the best. Bye.